ഹലോ ഓൾ, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. അപ്പോൾ നമ്മൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുമായി ബന്ധപ്പെട്ടൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നോട്ടിഫിക്കേഷൻ വന്നു, അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെ പഠിക്കും എന്ന് പറഞ്ഞ് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു തരത്തിലുള്ള കൺഫ്യൂഷൻ്റെ ആവശ്യവും വേണ്ട. സൂപ്പർ നോട്ട്സ് നിങ്ങളെ അത്തരത്തിലുള്ള കൺഫ്യൂഷനിലേക്ക് തള്ളിവിടില്ല. അതുകൊണ്ട് തന്നെ ഒരു 50 ദിവസത്തേക്ക് വരാനിരിക്കുന്ന 50 ദിവസത്തേക്ക് ഒരു പരീക്ഷയ്ക്ക് വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ പ്രിപ്പറേഷൻ കുറച്ചുകൂടെ ഒന്ന് സെറ്റാക്കി എടുക്കാം എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെഷനുമായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. 50 ദിവസത്തെ വരാനിരിക്കുന്ന 50 ദിവസം നമുക്ക് എങ്ങനെ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാം, അതായത് എൻ്റെ തന്നെ എക്സ്പീരിയൻസ് ചെയ്തത് ഞാൻ എങ്ങനെയാണോ CPOക്ക് പഠിച്ചത്, സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമേ ഇതിനകത്ത് വ്യത്യാസം വരുന്നുള്ളൂ, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ എന്തൊക്കെയാണ് ആദ്യം തീർത്തത്, അല്ലെങ്കിൽ നമ്മൾ ആദ്യം 50 ദിവസം എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചിരിക്കണം, അങ്ങനെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ് ഞാനിവിടെ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷ വളരെ കാര്യമായിട്ട് നോക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ വീഡിയോ ആദ്യ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് ഒട്ടും വൈകാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനേക്കാളും മുമ്പായിട്ട് നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ രണ്ടുപേരെ കാണാം, ഒരു കാട്ടിയെയും കാണാം, ഒരു കടുവയും കാണാം. ഓക്കെ, ഇത് കാട്ടുപോത്തല്ല, ശരിക്കും ഇത് കാട്ടി എന്നാണ് അറിയപ്പെടുന്നത്. കാട്ടുപോത്ത് എന്ന് പറയുന്നത് വേറൊരു സാധനമാണ്, അത് ഇവിടെയെങ്കിലും ഇല്ല. പക്ഷേ കാട്ടി എന്ന് പറയുന്ന സാധനം കാലി വർഗ്ഗത്തിൽ കാറ്റിൽ ഫാമിലിയിൽപ്പെട്ടൊരു സാധനമാണ്, അത് ഇവിടെയൊക്കെ സുലഭമായിട്ടുണ്ടെന്ന് താനും. കടുവയും നമ്മുടെ തിരുവനന്തപുരം ഭാഗത്തല്ല, പെരിയാർ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കടുവയും ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാം. നമുക്കിനി അടുത്ത നോക്കൂ, ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം ഹേർഡ് ഓഫ് എലിഫൻസ്. ഇവിടെ തന്നെ ഒരു മാർക്ക് നിങ്ങൾക്കുണ്ട്, ഹേർഡ് ഓഫ് എലിഫൻസ് എന്നാണ് ആനകളുടെ കൂട്ടത്തിന് അറിയപ്പെടുന്നത്, ഹേർഡ് ഓഫ് എലിഫൻസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആനക്കൂട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ വളരെ കുറച്ചധികം സമാധാനവും പച്ചപ്പൊക്കെ കണ്ടിരിക്കാം. പക്ഷേ ഫോണിന് റേഞ്ച് ഉണ്ടാവില്ല പല സ്ഥലങ്ങളിലും. ആ ഒരു സംഭവം ഒഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി തന്നെയാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ. ബാക്കിയുള്ള ഫോഴ്സ് ലെവലിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്ന ഒരു ജോലി തന്നെയാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ നേരെ നമ്മുടെ സെഷനിലേക്ക് പോകാം. ഓക്കെ, നോക്കിക്കോളൂ. ആദ്യത്തെ ദിവസം നമ്മൾ പഠിക്കാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അറൈവൽ ഓഫ് യൂറോപ്യൻസ് എന്ന് പറയുന്ന ഭാഗമാണ്. നിങ്ങൾക്കറിയാം യൂറോപ്യന്മാരുടെ ആഗമനം എന്ന് പറയും. അതായത് പോർച്ചുഗീസുകാർ മുതൽ നമ്മുടെ ഫ്രഞ്ചുകാർ വരെയുള്ള ആ ഒരു ചരിത്രം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് പഠിക്കേണ്ടത് പോർച്ചുഗീസുകാരെയും ബ്രിട്ടീഷുകാരെയും പറ്റിയാണ്. ഡച്ചുകാരെ പറ്റി കുറച്ചേ ഉള്ളൂ, ഹോർത്തൂസ് മലബാറിക്കസ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ നമ്മൾ അവസാനം ഫ്രഞ്ചുകാരിലേക്ക് വളരെ കുറച്ചാണെങ്കിലും നമ്മൾ ബ്രിട്ടീഷുകാരെ പറ്റി പറയുമ്പോൾ ഒരുപാട് കഥകൾ നമ്മൾ ഇങ്ങോട്ട് പറയേണ്ടി വരും. നമ്മളെ ഈ പഴശ്ശി കലാപവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ, കുറിച്യ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ എല്ലായിടത്തും ബ്രിട്ടീഷുകാരുടെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. 1921 മലബാർ കലാപമായിക്കോട്ടെ, എല്ലാത്തിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ ആ ഒരു മേഖലകൾ നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് പോകേണ്ടതായിട്ടുണ്ട്. പിന്നെ ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ എർത്ത് സ്ട്രക്ചർ, പിന്നെ എക്കണോമിക്സിൽ 5 years പ്ലാൻ, ഇത്രയും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, മാത്സ് പ്ലസ് മലയാളം, ഇത് 30 മാർക്കിൻ്റെ ടോപ്പിക്കാണ്. നിങ്ങൾ പുതിയ ടോപ്പിക്ക് ഒന്നും പഠിച്ച് ഇവിടെ തല ഉണ്ടാക്കാൻ നിൽക്കണ്ട. നിങ്ങൾ പ്രീവിയസ് എല്ലാ 10th ലെവലിലെ പ്രീവിയസ്, +2 ലെവലിലെ പ്രീവിയസ്, പറ്റുമെങ്കിൽ ഡിഗ്രി ലെവലിൻ്റെ പ്രീവിയസ് വരെ എടുത്തു വെച്ച് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടൂ. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എന്ന് പറയുന്ന മേഖല നല്ലപോലെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് കിട്ടുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എൻ്റെ അനുഭവത്തിൽ എന്ന് പറയാം. നമ്മളിവിടെ എത്രമാത്രം ക്വസ്റ്റ്യൻസ് കാണുമോ അത്രയും നമ്മുടെ സാധ്യതകളും കൂടുന്നു എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ദിവസം കഴിയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തീർത്തിരിക്കണം. നിങ്ങൾക്ക് ഡെയിലി ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3 to 4 hours നിങ്ങൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എഫക്റ്റീവ് ആയിരിക്കും. അതും പല ടോപ്പിക്കുകൾ നിങ്ങൾ നേരത്തെയൊക്കെ PSC പഠിച്ചിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തുടക്കക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്ലാൻ അല്ല ഇത്, അത്യാവശ്യം റേഞ്ചിലിരിക്കുന്ന ആൾക്കാർക്കും പഠിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നേരത്തെ പഠിച്ച് പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു പ്ലാനിൽ നിങ്ങൾക്ക് ഓൾറെഡി ഇതിൽ ഒരുപാട് ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചാണ്. അപ്പോൾ പലതും നിങ്ങൾക്കൊരു റിവിഷൻ പോലെ ആവുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി ഡേ 2ലേക്ക് വരുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമ്മൾ ഭരണഘടന തുടങ്ങുകയാണ്. പക്ഷേ ഭരണഘടന നിർമ്മാണ സഭ മുതലേ അല്ല പഠിച്ചു വരുന്നത്, ആ താഴെ നിന്നാണ് പഠിക്കുന്നത്. അതായത് ഒരു 5 കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റി പഠിക്കുക. കേരള ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട 25ഓളം പദ്ധതികൾ പഠിക്കുക. ബയോളജിയിൽ വൈറ്റമിൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കുക. ഓക്കെ, ഇത് 3ഉമാണ്. പ്ലസ് നിങ്ങൾക്ക് E+M+M, അത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഇവിടെ നിങ്ങൾ നന്നായിട്ട് തന്നെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഭാഗത്ത് നിന്നും ഏകദേശം 30 മാർക്കിന് നിങ്ങൾക്ക് ഒരു 25 മാർക്കെങ്കിലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള 80ൽ നിന്ന് നിങ്ങളൊരു 52 മാർക്ക് വല്ല സ്കോർ ചെയ്താൽ നിങ്ങളുടെ മാർക്ക് തന്നെ ഏകദേശം 52, 25 ഏകദേശം എത്ര മാർക്കായി 1077 മാർക്കായി ടോപ്പിൽ വരാൻ പറ്റും. കാരണം ഈ പരീക്ഷയുടെ കട്ട് ഓഫ് കഴിഞ്ഞ പരീക്ഷകൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും, മിക്ക ജില്ലകളിലും 60+ ഒക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങളൊരു 10 മാർക്കൊക്കെ ഒരു ഡിഫറൻസ് ഉള്ള ആളാണെങ്കിലും, ശരിക്കും പറഞ്ഞാൽ 60 മാർക്ക് കട്ട് ഓഫ് വരുന്ന പരീക്ഷയിൽ
ലിസ്റ്റ് വളരെ ചെറുതായിരിക്കും. ഫിസിക്കലോടെ കഴിയുമ്പോൾ ആളെ ഉണ്ടാവില്ല അതിനകത്ത്. അത്രയും ആൾക്കാർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലിസ്റ്റ് നിങ്ങൾ പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് ഒരു 70 എബോവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാനൊക്കെ സാധിക്കും. 70 മാർക്കൊക്കെ വാങ്ങിക്കാൻ സാധിക്കാത്ത കാര്യമൊന്നുമല്ല. നമുക്ക് അതനുസരിച്ച് പഠിക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ അത്രയും നിങ്ങൾ പ്രയത്നിച്ചുകൊണ്ട് അത്രയും മാർക്കിലേക്ക് എത്തിപ്പെട്ടാൽ നിങ്ങൾക്ക് ഒട്ടും പേടിക്കേണ്ട. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞാൻ ലിസ്റ്റിൽ വരുമോ ഇല്ലയോ എന്നുള്ള പേടിയുടെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് സുന്ദരമായിട്ട് നിങ്ങളുടെ ഫിസിക്കൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഡേ 3ലേക്ക് വരുമ്പോൾ ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന ഭാഗം എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും നമ്മൾ പഠിച്ച് തീർക്കുകയാണ്. പിന്നെ ഫിസിക്സിലേക്ക് വരുമ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്, പിന്നെ കെമിസ്ട്രിയിൽ ആറ്റം, ഇതൊക്കെ നിങ്ങൾ പ്രീവിയസ് ഇയറുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കുന്നതാണ് നല്ലത്. കാരണം പ്രീവിയസ് തന്നെയാണ് ഈ ഭാഗങ്ങളിൽ കെമിസ്ട്രി ഫിസിക്സ് ഭാഗങ്ങളിൽ SCRTയും പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമാണ് കൂടുതൽ റിപ്പീറ്റ് അടിച്ച് കാണാറുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ മേഖലയിൽ ശ്രദ്ധ ചെലുത്തുന്നതായിരിക്കും കൂടുതൽ അഭികാമ്യം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി 4ാം ദിവസത്തിലേക്ക് വരുമ്പോൾ ആർട്സിന്റെ ഭാഗത്ത് കേരളത്തിലെ പ്രധാന ദൃശ്യ ശ്രാവ്യ കലകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക. ഓക്കെ, കേരളത്തിലെ പ്രധാനപ്പെട്ട ദൃശ്യ ശ്രാവ്യ കലകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വാരി വലിച്ച് പഠിക്കാൻ നിൽക്കേണ്ട. PSC ചോദിച്ച കുറച്ച് സാധനങ്ങളുണ്ട്, അത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, IT ആക്ട് നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ സൂപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ നിങ്ങൾ 78 എന്ന് പറയുന്ന ഒരു സെക്ഷൻ മാത്രം കൂടുതൽ പഠിച്ചാൽ മതി. അതായത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ, അതായത് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്ന് പറയുന്ന ഒരാളാണ് IT ആക്ടുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ അന്വേഷിക്കേണ്ടത്. ആ ഒരു കാര്യം മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. പിന്നെ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഫോറസ്റ്റ്, അതിന്റെ ഡെഫിനിഷൻ, റോൾ, ബെനിഫിറ്റ്, ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, ഫോറസ്റ്റ് ടൈപ്സ് ഓഫ് ഇന്ത്യ ആൻഡ് കേരള, ഇത്രയും സാധനങ്ങൾ നിങ്ങൾ പഠിക്കണം. നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ കാന്താരം ബാച്ചിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്ക് നമ്മുടെ അമൽ സാറും അബ്ദുൾ ബാസിദ് സാറും ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഭയങ്കര ഒരു മുതൽക്കൂട്ടായിരിക്കും. കാരണം അവർക്ക് രണ്ടുപേരും സബ്ജക്ട് എക്സ്പേർട്സ് ആണ്, രണ്ടുപേരും തന്നെ സബ്ജക്ട് എക്സ്പേർട്സ് ആണ്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ യാതൊരു ടെൻഷന്റെ ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു മാർക്ക് അടിച്ചെടുക്കാനായിട്ട് സാധിക്കും. അത്രയ്ക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകളും നിങ്ങൾക്ക് സൂപ്പർ നോട്ട്സിൽ ലഭ്യമായിരിക്കും. ഓക്കെ, നമുക്ക് 5ാമത്തെ ദിവസത്തേക്ക് പോകാം. 5ാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ കേരള ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക. 12 രാജാക്കന്മാരെ ഇവിടെ പഠിക്കാനുണ്ട്. മാക്സിമം സമയം എടുത്തുകൊണ്ട് വാരി വലിച്ച് അവരുടെ കഥകൾ പഠിക്കാൻ നിൽക്കാതെ അവരുടെ ഭരണ പരിഷ്കാരം എന്ത്, അവരുടെ കാലഘട്ടം എന്ത്, അവരുടെ സംഭാവനകൾ എന്ത്, ഇത്രയും സാധനങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഒരു ബ്രേക്ക് ഇട്ട് ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ടോപ്പിക്ക് തീർക്കാനായിട്ട് പറ്റും. ഇതെല്ലാം കൊണ്ട് നിങ്ങൾ ഒറ്റ എരിവിന് പഠിച്ചു തീർക്കണമെന്നല്ല പറയുന്നത്. ഒരു ടോപ്പിക്ക് പഠിക്കുക, ആ ടോപ്പിക്കിന് ഒരു ബ്രേക്ക് കൊടുക്കണം. നമ്മൾ ബ്രേക്ക് കൊടുത്ത് അടുത്ത ടോപ്പിക്കിലേക്ക് പോവുക. എവിടെയാണോ പ്രീവിയസ് ടോപ്പിക്ക് നമ്മളൊരു പോസ് കൊടുത്തത്, നമ്മളെ സെക്കൻഡ് ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം തിരിച്ചു വന്ന് ആ ടോപ്പിക്ക് റീവിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പഠനത്തിലെ ബോറടി നിങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിക്കും. ചില ടിപ്പുകളും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഓക്കെ, അടുത്ത എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂ എക്കണോമിക് റിഫോംസ്. ഓക്കെ, നവ സാമ്പത്തിക പരിഷ്കരണം 1991 വന്ന നവ സാമ്പത്തിക പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക. അവിടെ പ്രധാനമായിട്ട് ഇറക്കുമതി ചുങ്കം കൂടിയോ കയറ്റുമതി ചുങ്കം കൂടിയോ രൂപയുടെ മൂല്യം ഇടിഞ്ഞോ, എങ്ങനെയാണ് ഇവിടെ നിന്ന് കാര്യങ്ങൾ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്തത്, എന്തൊക്കെ തിരിവുകളാണ് മാറ്റി മറിച്ചത്, ആ സമയത്ത് ആരൊക്കെയായിരുന്നു ഭരണാധികാരികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. അത് പഠിച്ചു തന്നെ വെക്കുക. ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ അമൽ സാറിന്റെ ഏറ്റവും വളരെ പുള്ളിയുടെ ലയൺ ഷെയർ ഓഫ് നോളജ് കിടക്കുന്നത് ഇതിനകത്താണ്. നോർത്തേൺ മൗണ്ടൻ റീജിയൻ, ശരിക്കും പറഞ്ഞാൽ അതിനെ വെല്ലുന്ന ഒരു ക്ലാസ്. ഇപ്പം അമൽ സാറ് നോർത്തേൺ മൗണ്ടൻ റീജിയനെ പറ്റി എടുക്കുന്ന ഒരു ക്ലാസ്, അതായത് അദ്ദേഹം എന്നെയൊക്കെ PSC പഠിപ്പിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹം ഇതിലൊരു കിടുവായിരുന്നു. അതായത് ഏകദേശം 2019 കഥയാണ് ഞാൻ ഈ പറയുന്നത്. ആ ടൈം തൊട്ടേ അദ്ദേഹം ഈ ഒരു കാര്യത്തിൽ മാപ്പ് വരച്ചങ്ങ് പഠിപ്പിക്കുന്ന ഒരു പ്രവണതയും ഒരു പ്രകൃതവും ആ ഒരു കാര്യത്തിൽ പുള്ളി വെട്ടറനാണ്. ഈ പറയുന്ന നോർത്തേൺ മൗണ്ടൻ. അപ്പം ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്ന ജോഗ്രഫി ടീച്ചർ ആരാണെന്നുള്ളത് നിസ്സംശയം എനിക്ക് പറയാനാവും. കാരണം എൻ്റെ മനസ്സിൽ ചിരിച്ച ആ മുഖം തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ കാര്യങ്ങൾ ഒന്ന് തീർത്തു പോവുക. എന്നാൽ 6ാം ദിവസത്തിലേക്ക് വരുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തുനിന്ന് പ്രീആമ്പിളും സിറ്റിസൺഷിപ്പും പഠിക്കുക. പ്രീആമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ആമുഖം വളരെ കുറച്ചേ ഉള്ളൂ പഠിക്കാനായിട്ട്. ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട വാക്കുകൾ ഇന്നും PSCയുടെ ഒരു ട്രെൻഡിങ് ടോപ്പിക്ക് തന്നെയാണ്. അത് പഠിച്ചിട്ട് പോവുക. പിന്നെ സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ആക്ടുകൾ ഉണ്ടെങ്കിൽ അമെൻമെന്റ്, പിന്നെ 2019 സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് പഠിക്കുക. അതിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ കോട്ട് ചെയ്യുക. എന്തെങ്കിലും കറണ്ട് അഫെയർ ഈ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് വ്യക്തമാക്കി നോക്കി പഠിക്കുന്നത് പഠനത്തിന് വളരെ സഹായകമായിരിക്കും. സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഭാഗത്തിലേക്ക് വീണ്ടും വരുമ്പോൾ ഫോറസ്റ്റ്, ബയോഡൈവേഴ്സിറ്റി, വെസ്റ്റേൺ ഗാർഡ്സ്, പിന്നെ നാച്ചുറൽ ഹിസ്റ്ററി ആൻഡ് സിഗ്നിഫിക്കൻസ്, സ്റ്റേറ്റ് ഓഫ് ദ ഫോറസ്റ്റ്, ഗ്ലോബൽ ഇന്ത്യൻ കേരള സിനാരിയോ പ്ലസ് കറണ്ട് അഫെയർസ് കൂടെ പഠിക്കുക. ഈ കറണ്ട് അഫെയർസ് നിങ്ങൾക്ക്
ഡെയിലി കറണ്ട് അഫയേഴ്സിനായിട്ട് ഇപ്പം നിങ്ങൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഇനി നിങ്ങൾക്ക് നോക്കി പോകാം. കാരണം പരീക്ഷയ്ക്ക് വളരെയേറെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വളരെ അടുത്ത് തന്നെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കാർത്തിക മിസ് ഡെയിലി നമ്മുടെ യൂട്യൂബ് ചാനലിൽ വന്ന് കറണ്ട് അഫെയറിന്റെ സെഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് മാക്സിമം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കാർത്തിക മിസ്സിന്റെ സെഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. ഡെയിലി കറണ്ട് അഫയേഴ്സുമായിട്ട് കാർത്തിക മിസ് ഡെയിലി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. വീക്ക്ലി കറണ്ട് അഫയേഴ്സുമായിട്ട് വരുന്നുണ്ട്. മന്ത്ലി കറണ്ട് അഫയേഴ്സുമായിട്ട് വരുന്നുണ്ട്. അത് മാക്സിമം പ്രയോജനപ്പെടുത്തുക. കറണ്ട് അഫെയറിന് നിങ്ങൾ ഈ ഒരു ചാനലിന്റെ വെളിയിലോട്ട് പോയി പഠിക്കുന്നതിനോട് എനിക്ക് യാതൊരു അഭിപ്രായമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മാക്സിമം ആയിട്ട് തന്നെ കാർത്തിക മിസ് വർക്ക് ചെയ്തിട്ട് അവരതിൻ്റെ പൂർണ്ണമായിട്ടും അതവർ ചെയ്യുന്നുണ്ട് എന്നത് എനിക്കും അറിയാം. അത് കൃത്യമായിട്ട് എന്നും ഫോളോ ചെയ്യുന്ന നിങ്ങൾക്കും അതറിയാം. അപ്പോൾ കാർത്തിക മിസ്സിന്റെ ക്ലാസ്സുകൾ കറണ്ട് അഫെയറിനായിട്ട് മാക്സിമം പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് 10 മാർക്കിന്റെ ടോപ്പിക്കാണ് കറണ്ട് അഫെയർസ്. നിങ്ങൾക്ക് യാതൊരുവിധ സംഭവങ്ങളൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് 10 മാർക്കിന്റെ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതാണ്. അത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ 6 ദിവസങ്ങൾ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. ഇനി അടുത്ത ഒരു ചെറിയൊരു കാര്യമുണ്ട്, നോക്കാം. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് കാന്താരം എന്നൊരു ബാച്ച് ഇപ്പോൾ സൂപ്പർ നോട്ട്സിൽ റൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ബാച്ചിൻ്റെ ഭാഗമാകാം. താഴെ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് 8281223366 എന്ന നമ്പറിലേക്ക് വിളിക്കുക, ബാച്ചിൻ്റെ ഭാഗമാവുക. ഇവിടെ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ ലഭ്യമാണ്. വീക്ക്ലി ടെസ്റ്റുകൾ, സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട സംശയ നിവാരണം നേരിട്ട് ഫാക്കൽറ്റീസുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഇതിൽ ഫാക്കൽറ്റീസുമായിട്ട് നേരിട്ട് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം സൂപ്പർ നോട്ട്സിലുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള CPO ബാച്ചൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കുമായിരുന്നു, അവരുടെ ആശങ്കകൾ പറയുമായിരുന്നു. അത് പിന്നെ കഴിഞ്ഞതിന് ശേഷം അവർ ഒരു താങ്ക്സ് നോട്ട് അറിയിച്ചിരുന്നു. അങ്ങനെ ഫോഴ്സ് ലെവൽ പരീക്ഷകൾക്ക് നമ്മുടേതായ ഒരു വ്യക്തിമുദ്ര ഓൾറെഡി നമ്മൾ ഇതോടകം തന്നെ സൂപ്പർ നോട്ട്സ് പതിപ്പിച്ച് കഴിഞ്ഞു. അതിലിപ്പം പോലീസ് പെടും, എക്സൈസ് പെടും, SI പെടും, അങ്ങനെ ഒരുപാട് പരീക്ഷകൾ ഇപ്പോൾ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസറൊക്കെ, ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസറൊക്കെ വിളിച്ചിട്ടുണ്ട്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ വിളിച്ചു കഴിഞ്ഞു വരാനുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന തരത്തിലാണ് ഞങ്ങൾ ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒട്ടും നിങ്ങൾ താമസിക്കേണ്ട. നിങ്ങൾ എത്രയും പെട്ടെന്ന് ബാച്ചിൻ്റെ ഭാഗമാകാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ബാച്ചിൻ്റെ ഭാഗം ആവുക. ഓക്കെ, ശരി. 7ാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ 6 ദിവസം കൊണ്ട് ഭൂമിയെ സൃഷ്ടിച്ച് ദൈവം വിശ്രമിച്ച 7ാം നാൾ എന്ന് പറയുന്നത് പോലെ 6 ദിവസം മാക്സിമം പഠിച്ചു കഴിഞ്ഞിട്ട് 7ാം ദിവസം നിങ്ങൾ ഈ ഒരാഴ്ച മാത്രം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. കാരണം നിങ്ങൾ ഇത്രയും ഒരു 6 ദിവസം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. എന്ത് നിങ്ങൾ പഠിച്ചു, എന്ത് നിങ്ങൾ നേടി എന്ന് പറയുന്ന പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എത്രമാത്രം നിങ്ങൾക്ക് അതിലൊരു അറിവ് കിട്ടി എന്നുള്ളത്. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചിരിക്കുന്നത് വളരെ 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 നല്ലതാണ്. അപ്പോൾ 7 മണിക്ക് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വർക്കൗട്ടും പ്ലസ് ഈ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ കാണാൻ സാധിക്കും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിൻ്റെ പുറത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ടത് എഴുതിയെടുക്കാനും സാധിക്കുമെന്ന് മനസ്സിലാക്കുക. 8ാം ദിവസത്തിലേക്ക് വരുമ്പോൾ കേരള ഗവേണൻസിൽ സ്റ്റേറ്റ് ലെവൽ കമ്മീഷൻസ് ഉണ്ട്. സ്റ്റേറ്റ് ലെവൽ നമ്മുടെ സംസ്ഥാന തലത്തിലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് പോവുക. കേരള ഇലക്ഷൻ കമ്മീഷനൊക്കെ ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും എല്ലാം നിങ്ങളൊന്ന് പഠിച്ചിട്ട് പോവുക. സ്പെഷ്യൽ ടോപ്പിക്സ് വരുമ്പോൾ ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സ്, ഡേറ്റ്സ് റിലേറ്റഡ് ടു ഫോറസ്റ്റ്, വളരെ എളുപ്പമുള്ള ടോപ്പിക്കാണ്. തീംസ് ആൻഡ് ഫിലോസഫി, അതായത് ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സ്, ഫോറസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സ്, ഡേറ്റ്സ്, കാര്യങ്ങളെല്ലാം നന്നായിട്ട് പഠിക്കുക. കറണ്ട് അഫെയർ പ്ലസ് ഒരു PYQ അന്ന് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തിരിക്കണം. അപ്പം നമ്മൾ ഇനി തൊട്ട് 8ാം ദിവസം തൊട്ട് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്ത് പഠിക്കുകയാണ്. നിങ്ങൾക്ക് 10th ലെവലിൽ നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, +2 ലെവലിൽ നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം. 2021 മുതൽ 25 വരെ നടന്ന 2021 മുതൽ 25 വരെ നടന്ന എല്ലാ 10th +2 ലെവൽ പരീക്ഷകളെയും നിങ്ങൾക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തി നിങ്ങളുടേതായ വ്യക്തിമുദ്രയിൽ പഠിച്ചു മാറാവുന്നതാണെന്ന് ഇതോടകം തന്നെ മനസ്സിലാക്കുക. 9ാം ദിവസത്തിലേക്ക് വരുമ്പോൾ ബയോളജിയിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് പഠിക്കുക, ഫിസിക്സിൽ മോഷൻ പഠിക്കുക, കറണ്ട് അഫയേഴ്സ് പ്ലസ് ഒരു PYQ നിങ്ങൾ 9ാം ദിവസം കൃത്യമായിട്ട് ചെയ്തിരിക്കുക. ഞാൻ നിങ്ങളോട് പറഞ്ഞു LGS നിങ്ങൾക്ക് എടുക്കാം, LDC നിങ്ങൾക്ക് എടുക്കാം, പോലീസ് എടുക്കാം, എക്സൈസ് എടുക്കാം, ഫയർഫോഴ്സ് എടുക്കാം, ബീറ്റിൻ്റെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇഷ്ടം പോലെ NCA നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം എടുക്കുക. പരീക്ഷ കഴിയുന്നതിന് മുമ്പ് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ തറവ് നോളജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. 10ാം ദിവസത്തിലേക്ക് വരുമ്പോൾ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻറ്റ് സ്പോർട്സ് പേഴ്സണാലിറ്റീസിനെ പറ്റി പഠിക്കുക. സ്പെഷ്യൽ ടോപ്പിക്കിൽ നാഷണൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഇൻ ഫോറസ്ട്രി, ക്ലൈമറ്റ് ചേഞ്ച്, മിറ്റിഗേഷൻ ആൻഡ് ഫോറസ്റ്റ് എന്നുള്ള ഭാഗം നിങ്ങൾ പഠിക്കുക. കറണ്ട് അഫെയർ പ്ലസ് വീണ്ടും ഒരു PYQ പഠിക്കുക. കറണ്ട് അഫെയർ ഞാൻ നിങ്ങളോട് പറയുന്നത് വെച്ചാൽ ഡെയിലി കറണ്ട് അഫെയർ നിങ്ങൾ കൃത്യമായിട്ട് വന്നിരുന്ന് കാണുക. നിങ്ങൾ ജോലിക്കൊക്കെ പോകുന്ന ആളാണ്, നിങ്ങൾക്ക് ജസ്റ്റ് ഹെഡ്സെറ്റ് ഒക്കെ ഒന്ന്
പറ്റുന്ന സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ 10:30 ആകുമ്പോഴത്തേക്കും കാർത്തിക മിസ്സിൻ്റെ ലൈവ് ഡെയിലി ഉണ്ട്. ആ ലൈവ് നിങ്ങൾ കണ്ടിരിക്കുക. ഈ പോസ്റ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളെ 10 മാർക്കാണ് കറണ്ട് അഫയേഴ്സ്, ഓർമ്മിപ്പിച്ചില്ല എന്ന് വേണ്ട, കൃത്യമായിട്ടൊന്നും ചെയ്യുക. 11ാമത്തെ ദിവസം ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ ബ്രിട്ടീഷ്, അതായത് നിങ്ങൾക്ക് പ്ലാസി യുദ്ധം മുതലുള്ള കാര്യങ്ങൾ, പ്ലാസി ബക്സാർ തുടങ്ങിയ യുദ്ധങ്ങൾ നിങ്ങൾ പഠിക്കുക. കുറച്ച് യുദ്ധങ്ങൾ, ആംഗ്ലോ മറാത്ത കുറേ സാധനങ്ങൾ അതിനകത്ത് വരെ, അതൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോവുക. പിന്നെ നമ്മളെ ബംഗാളിൽ ഫോർട്ട് വില്യം സ്ഥാപിക്കുന്നതും അല്ലേ, ബംഗാൾ കൽക്കട്ടയ്ക്ക് ചുറ്റും ഭയങ്കര വലിയ ഇതിനെ സ്ഥാപിച്ചു എന്നൊക്കെ അറിയാം. വാറൻ ഹേസ്റ്റിങ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചിട്ട് പോവുക. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. വേൾഡ് ഹിസ്റ്ററിയിൽ ഗ്ലോറിയസ് റെവല്യൂഷൻ, ഇവിടെ 11ാം ദിവസം നമ്മൾ ലോക ചരിത്രം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾ ഗ്ലോറിയസ് റെവല്യൂഷൻ, നമ്മുടെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം പഠിച്ചിട്ട് പോവുക. അവിടെ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ഡെയിലി പോകുന്നതിനോടൊപ്പം തന്നെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പഠിക്കുക. അതോടൊപ്പം തന്നെ അതിൽ തെറ്റുന്ന ടോപ്പിക്കുകൾ പ്രത്യേകം എഴുതി മാറ്റി വെച്ച് അതിനും കൂടെ ശ്രദ്ധ കൊടുക്കുക. ഞാൻ പറയുന്ന സ്റ്റഡി പ്ലാൻ അപ്പുറത്തേക്ക് നിങ്ങൾ കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് പഠിച്ചിരിക്കണം. 12ാം ദിവസം ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക. പിന്നെ സ്പെഷ്യൽ ടോപ്പിക്കിൽ വൈൽഡ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം കറണ്ട് അഫെയറും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ചെയ്തിരിക്കുക. 13ാം ദിവസത്തിലേക്ക് നമുക്ക് വരാം. ഇവിടെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ ബ്രിട്ടീഷ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 2ാം ഭാഗമാണ്, അത്യാവശ്യം വലിയ ടോപ്പിക് ആയതുകൊണ്ട് 2ാം ഭാഗമായിട്ട് പഠിക്കുക. പിന്നെ വേൾഡ് ഹിസ്റ്ററിയിലെ അമേരിക്കൻ റെവല്യൂഷൻ, പിന്നെ CA+ ഒരു QP. പിന്നെ നിങ്ങളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞില്ല, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം കൃത്യമായിട്ട് പഠിക്കുക. ഒരു 2-3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് വെച്ച് റാൻഡം ആയിട്ട് നിങ്ങൾ വായിച്ചു പോവുക. എത്രമാത്രം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുന്നു അത്രമാത്രം മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്ത് റാങ്ക് ലിസ്റ്റിന്റെ ടോപ്പിൽ വരും, ഫിസിക്കൽ പാസ്സായാൽ. അടുത്ത 14ാം ദിവസത്തിലേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾ റിവിഷൻ കൊടുക്കുക. ഇനി റിവിഷന്റെ കൂട്ടത്തിൽ തന്നെ റിവിഷൻ പഠിച്ചു മാറ്റിയ ശേഷം ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ വൈൽഡ് ലൈഫിന്റെ ഡെഫിനിഷൻ, പിന്നെ സിറ്റീസ്, ട്രാഫിക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടെ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് പഠിച്ചിട്ട് പോവുക. ഇത് കുറച്ച് വലിയ ടോപ്പിക്കാണ്, അപ്പോൾ ഇതൊരു പാർട്ട് 2 എന്നുള്ള ലെവലിൽ തന്നെ എന്ത് ചെയ്ത് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. പിന്നെ കറണ്ട് അഫയേഴ്സിൽ വരുമ്പോഴത്തേക്കും ഒരു PYക്കും കൂടെ ചേർത്ത് അത് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, ഇനി 15ാം ദിവസത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857 വ്യക്തമായിട്ട് പഠിച്ചിട്ട് പോവുക. SCERT ഫാക്റ്റുകൾ ഉൾപ്പെടുത്തി പഠിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ സഹായം തേടുക. പിന്നെ വേൾഡ് ഹിസ്റ്ററിയിൽ ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ലൈവ് സെഷൻ ആയിരുന്നു. ഓക്കെ, ആ ലൈവ് സെഷനിൽ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന 10ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററാണ് ഫ്രഞ്ച് റവല്യൂഷൻ. നിങ്ങൾ അത് മാത്രം വായിച്ചിട്ട് പോയാൽ മതി, ഗ്യാരണ്ടി തരാം, അതിൻ്റെ പുറത്തോട്ട് സാധനം ഇല്ല. അതുകൊണ്ടാണ് ആ ഒരു ക്ലാസ് കണ്ടിട്ട് പോവുക. ഏകദേശം 1 മണിക്കൂർ 17 മിനിറ്റോളം വലിയൊരു ക്ലാസ് ആണ്. നിങ്ങൾക്കത് നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ചാനലിൽ കിടപ്പുണ്ട്, കണ്ടിട്ട് പോവുക. പിന്നെ CA+ ഒരു QP കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഡെയിലി സ്റ്റഡി പ്ലാനിൽ, നിങ്ങളുടെ സ്റ്റഡി പ്ലാനിൽ ഉൾപ്പെടുത്തുക തന്നെ ചെയ്യുക. നിങ്ങൾ നമ്മുടെ കോഴ്സിൽ കയറിയാൽ പോലും നിങ്ങൾ ഞങ്ങളുടെ കോഴ്സിൽ കയറിയാൽ പോലും ഈ സ്റ്റഡി പ്ലാൻ നിങ്ങളുടെ പഠനത്തെ കൂടുതൽ സഹായിക്കുകയുള്ളൂ. നമ്മളൊരു സാധനത്തിന് വേണ്ടി, ഒരു കാര്യത്തിന് വേണ്ടി കൂടുതൽ എഫേർട്ട് ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, അത് നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുകയുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് മനസ്സിലാക്കുക. റിസൾട്ട് എന്ന് പറയുന്നത് ഓവർനൈറ്റ് സംഭവിക്കുന്ന കാര്യമല്ല, പ്രാക്ടീസിലൂടെ മാത്രം വരുന്നൊരു കാര്യമാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ. അതിനെപ്പറ്റി നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. 16ാം ദിവസത്തിലേക്ക് വരുമ്പോൾ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട പ്ലാനിംഗ് കമ്മീഷൻ ഒന്ന് പഠിക്കുക. സ്പെഷ്യൽ ടോപ്പിക് വരുമ്പോൾ വൈൽഡ് ലൈഫ് കൺസർവേഷൻ, ഇൻസിറ്റു എക്സിറ്റു മെഷേഴ്സ്, പിന്നെ ഈ പ്രൊട്ടക്റ്റഡ് ഏരിയസ്, വൈൽഡ് ലൈഫ് സാഞ്ചുറി, കുറേ സംഭവങ്ങൾ, ബയോസ്ഫിയർ റിസർവ് എല്ലാം പഠിക്കുക. പിന്നെ കറണ്ട് അഫയേഴ്സ് പ്ലസ് ഒരു PYQ നിങ്ങൾ കൃത്യമായിട്ട് PYQ നിങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ഒരിക്കലും ഇനി നമ്മൾ 8ാം ദിവസം തൊട്ടെങ്ങാണ്ട് തുടങ്ങിയ പരിപാടിയാണ്. ഇത് നിങ്ങൾ കളയരുത്. ഓക്കെ, 17ാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട നൊബേൽ സമ്മാനമൊക്കെ ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ നിങ്ങൾ 16 ദിവസം ചെറിയൊരു ബ്രേക്ക് എടുത്തു, കാരണം നമ്മൾ അത്രയും ഹെക്റ്റിക്കിൽ പഠിച്ച് വരികയാണ്. നിങ്ങൾ കറണ്ട് അഫയേഴ്സും പിന്നെ ഒരു QP മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഒരു QPയും പഠിച്ച് കെമിസ്ട്രിയിലും ഒരു കറണ്ട് അഫയർ, കെമിസ്ട്രിയിലെ നൊബേൽ സമ്മാനം മാത്രമല്ല, മറ്റെന്തെങ്കിലും കറണ്ട് അഫയർ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടിരുന്നെങ്കിൽ സബ്ജക്ട് റിലേറ്റഡ് കറണ്ട് അഫയർ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. 18ാം ദിവസത്തിലേക്ക് വരുമ്പോൾ എക്കണോമിക്സിൽ നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് ഇപ്പോൾ SI പരീക്ഷയ്ക്ക് വരെ അവസാനമായിട്ട് നീതി ആയോഗ് എന്ന ചോദ്യം ഉണ്ടായിരുന്നു, പഠിച്ചിട്ട് തന്നെ പോവുക. എല്ലാം പഠിക്കാൻ, ഒബ്ജക്റ്റീവ്സ് എല്ലാ കാര്യവും പഠിക്കുക. സ്പെഷ്യൽ ടോപ്പിക്സ് വരുമ്പോഴത്തേക്കും എന്താ, ത്രെട്ടൻഡ് ആൻഡ് എൻഡമിക് സ്പീഷീസ് ഓഫ് വെസ്റ്റേൺ ഗാർഡ്സ്, IUCN റെഡ് ലിസ്റ്റ് കാറ്റഗറീസ് ആൻഡ് ക്രൈറ്റീരിയ, പിന്നെ കറണ്ട് അഫയർ പ്ലസ് ഒരു PYQ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്, നിങ്ങൾ യാതൊരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, 19ാം ദിവസത്തിലേക്ക് വരുമ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, മൗലിക അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഒന്ന് പഠിക്കുക. കേരള ഗവേണൻസിൽ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. നമ്മുടെ ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C, ഗ്രൂപ്പ് D എല്ലാ സാധനങ്ങളും കൃത്യമായിട്ടൊന്ന് പഠിച്ചിട്ട് പോവുക. 20ാം ദിവസത്തിലേക്ക് വരുമ്പോൾ ഗ്രീൻ റവല്യൂഷൻ, നമ്മുടെ ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക. ഹരിത വിപ്ലവവും അത്യാവശ്യം നല്ല രീതിയിൽ ചോദിക്കുന്നുമുണ്ട്. സ്പെഷ്യൽ ടോപ്പിക്കിന് റിവിഷൻ കൊടുക്കുക. കറണ്ട് അഫയർ പ്ലസ് ഒരു PYQ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങളുടെ കഴിഞ്ഞിരിക്കുകയാണ്, അത് നിങ്ങൾ റിവിഷൻ കൊടുത്തുകൊണ്ടിരിക്കുക. വലിയ ടോപ്പിക്കുകളൊക്കെ നിങ്ങൾ മാക്സിമം സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കുമ്പോൾ പ്ലസ് BFOയുടെ PQ കൂടെ ഉൾപ്പെടുത്തി പഠിക്കുക. ഓക്കെ, ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, ഇൻക്ലൂഡ്
BFO, PYQ ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാനായിട്ട് സാധിക്കാമെന്ന് മനസ്സിലാക്കുക. 21 ദിവസം നിങ്ങൾക്ക് വീണ്ടും 7, 14, 21 നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 3ാമത്തെ റിവിഷനാണ് നിങ്ങൾ ചെയ്യുന്നത്. ഈ റിവിഷൻ നിങ്ങൾ ചെയ്യുക. ഒപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് DPSP പഠിക്കുക. കേരള ഗവേണൻസിൽ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നൂടെ പഠിക്കുക. 22ാമത്തെ ദിവസം എക്കണോമിക്സിൽ ഗ്രീൻ റവല്യൂഷൻ കൃത്യമായിട്ടൊന്ന് ഗ്രീൻ റവല്യൂഷൻ പഠിക്കുക. സ്പെഷ്യൽ ടോപ്പിക്സിൽ റിവിഷൻ പിന്നെ കറണ്ട് അഫയേഴ്സ് പ്ലസ് ഒരു PYQ കൃത്യമായിട്ട് പഠിക്കത്തക്ക രീതിയിൽ തന്നെ സെറ്റ് ചെയ്യുക. അതാണ് 22ാം ദിവസം നിങ്ങൾ ചെയ്യേണ്ടത്. 23ാം ദിവസം വരുമ്പോൾ ഇമ്പോർട്ടൻറ്റ് അമെൻമെൻറ്റ്സ് നിങ്ങൾക്കറിയാം 106 ഉൾപ്പെടെയുള്ള സാധനം നിങ്ങൾ പഠിച്ചിരിക്കണം. 106 വരെയെങ്കിലും നിങ്ങൾ 106 വരെ പഠിച്ചിരിക്കണം. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. കേരള ഗവേണൻസ് പ്ലാനിംഗ് ബോർഡ് PSC എപ്പോഴും ചോദിക്കുന്ന പോലെ ഇത്തവണത്തെ SI പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു പരീക്ഷ എഴുതിയതുകൊണ്ടാണ് ഇതിലേക്ക് ടോപ്പിക്സ് ആഡ് ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. 24ാം ദിവസം എക്കണോമിക്സിൽ മിനറൽസ് എന്ന് പറയുന്നൊരു ചെറിയ ടോപ്പിക്കിട്ട് പെട്ടെന്ന് തീരും. സ്പെഷ്യൽ ടോപ്പിക് റിവിഷൻ കൊടുത്ത് ഒരു കറണ്ട് അഫയർ പ്ലസ് ഒരു PYQ കൂടെ പഠിച്ചാൽ നമ്മുടെ 24ാം ദിവസം തീരുന്നു. 25ാം ദിവസത്തിലേക്ക് വരുമ്പോൾ പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക. കേരള ഗവേണൻസ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഇവിടെ നമ്മൾ പഠനം കുറച്ചൊന്ന് സ്ലോ ആയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു റിലാക്സേഷൻ തരുന്നതാണ്. കാരണം നമുക്ക് കുറച്ച് അധികം സമയം പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ടുണ്ട്. ഡേറ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, കൺഫർമേഷൻ വന്നിട്ടില്ല. അപ്പം ആ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ ഈ കാര്യങ്ങൾ ചെയ്തു പോകാനായിട്ട് സാധിക്കും. 26ാം ദിവസം വരുമ്പോൾ എക്കണോമിക്സിന് റിവിഷൻ കൊടുക്കുക. എക്കണോമിക്സ് കഴിഞ്ഞിട്ടുണ്ട്, എക്കണോമിക്സ് റിവിഷൻ കൊടുക്കുക. കേരള ഗവേണൻസിൽ വാട്ടർഷെഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിക്കുക. 27ാം ദിവസം കോൺസ്റ്റിറ്റ്യൂഷൻ ലിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റ്, നമ്മുടെ യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ, സ്റ്റേറ്റ്, കൺകറന്റ്, പിന്നെ SC. ഓക്കെ, USC എന്ന് പഠിച്ചാൽ മതി. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് കൃത്യമായിട്ട് പഠിക്കുക. PQ എല്ലാത്തിൻ്റെ PQ ഉൾപ്പെടുത്തി കേട്ടോ, പറഞ്ഞില്ലെന്ന് വേണ്ട. പിന്നെ കേരള ഗവേണൻസിൽ ലാൻഡ് റിഫോംസ് പഠിക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാം. കറണ്ട് അഫയർ ഡെയിലി നോക്കിപ്പോവാം. 28ാം ദിവസം റിവിഷൻ കൊടുക്കുക. ജോഗ്രഫി അറ്റ്മോസ്ഫിയർ പഠിക്കുക. കേരള ജോഗ്രഫിയിൽ കേരള റിവേഴ്സ്, നമ്മളിപ്പോൾ ജോഗ്രഫിയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. കേരള റിവേഴ്സ് പഠിക്കുക. കാരണം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ പഠിച്ച് മാറിക്കഴിഞ്ഞു. 29ാം ദിവസം ഹിസ്റ്ററിയിൽ റഷ്യൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക. കേരള ഗവേണൻസിൽ സോഷ്യൽ വെൽഫെയറുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികൾ ഉണ്ട്, അത് പഠിക്കുക. സാമൂഹിക വികസന പിന്നെ ബോർഡിൻ്റെ സാമൂഹിക വികസന വകുപ്പിൻ്റെ ഇഷ്ടം പോലെ പദ്ധതികളുണ്ട്, എല്ലാം പഠിച്ചിട്ട് പോവുക. പിന്നെ അതുപോലെ 30ാം ദിവസം ജോഗ്രഫിയിൽ ടോപ്പോഗ്രാഫിക് മാപ്സ്, പിന്നെ കേരള ജോഗ്രഫിയിൽ കേരള വൈൽഡ് ലൈഫ്, ഈ 2 ടോപ്പിക്ക് സാമാന്യം നല്ല രീതിയിൽ അടിപൊളിയായിട്ട് തന്നെ പഠിച്ചിട്ട് പോകുന്നത് പഠനത്തിന് വളരെയധികം ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 31ാം ദിവസത്തിലേക്ക് വരുമ്പോൾ ഹിസ്റ്ററിയിൽ ചൈനീസ് റവല്യൂഷൻ പഠിക്കുക. സൗണ്ട്, ഫിസിക്സിൽ സൗണ്ട് പഠിക്കുക. 32ാം ദിവസമാണെങ്കിലോ റിമോട്ട് സെൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ജോഗ്രഫിയിൽ പഠിച്ചിട്ട് പോവുക. കേരള ജോഗ്രഫിയിൽ ഡിസ്ട്രിക്റ്റും അതിൻ്റെ ഫീച്ചേഴ്സും പഠിച്ചിട്ട് തന്നെ പോവുക. 33ാമത്തെ ദിവസം നിങ്ങൾ കറണ്ട് അഫയേഴ്സ് വർക്കൗട്ട്, പിന്നെ 2 PYQ കൂടെ എക്സ്ട്രാ വർക്കൗട്ട് ചെയ്യും. നിങ്ങൾ ചെയ്യുന്ന ഒരു PYQ മാത്രമല്ല, നിങ്ങൾ 2 എക്സ്ട്രാ PYQ കൂടെ ആഡ് ചെയ്ത് വർക്ക് ചെയ്യുക. കാരണം അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. 34ാമത്തെ ദിവസം വരുമ്പോൾ ജോഗ്രഫിയിൽ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസുമായിട്ട് ബന്ധപ്പെട്ട ഉത്തര മഹാസമതലവുമായിട്ട് ബന്ധപ്പെട്ട SCRT ഫാക്റ്റുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ എന്ത് പഠിക്കുമ്പോഴും SCRT ആഡ് ചെയ്യുന്നത് പഠനത്തിന് ഭയങ്കര സഹായകമായിരിക്കും. കേരള ജോഗ്രഫിയിൽ ഡിസ്ട്രിക്റ്റ് ആൻഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അവിടെ എല്ലാ 14 ജില്ലയെല്ലാം വായിക്കാൻ നിൽക്കേണ്ട. പക്ഷേ പ്രധാനപ്പെട്ട കുറച്ച്, ഇപ്പം സ്ത്രീ പുരുഷ അനുപാതം കൂടുതലുള്ള, ലിംഗസമത്വം കൂടുതലുള്ള, ലിംഗസമത്വം അല്ല അനുപാതം കൂടുതലുള്ള എവിടെയാണ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഏറ്റവും കൂടുതൽ സ്കൂൾ ജനസംഖ്യ എല്ലാം പഠിക്കാൻ പറ്റും. അതൊക്കെ ഒന്ന് പഠിക്കുക. ആ ഒരു സ്റ്റാറ്റ് മാത്രം ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, 35ാം ദിവസത്തിലേക്ക് വരുമ്പോൾ അവിടെ റിവിഷൻ കൊടുക്കുക, മസ്റ്റായിട്ട് റിവിഷൻ കൊടുക്കുക. സോഷ്യോ റിലീജിയസ് മൂവ്മെൻറ്റ് കേരളത്തിലെ സോഷ്യോ റിലീജിയസ് മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക. ഇന്ത്യൻ ഹിസ്റ്ററിയിലെ സോഷ്യൽ റിഫോംസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക. 36ാം ദിവസമാണെങ്കിലോ ജോഗ്രഫിയിൽ ഇന്ത്യൻ റിവേഴ്സ്, അല്ലേ, നമ്മുടെ ഹിമാലയൻ നദികൾ തൊട്ട് താഴോട്ട് ഇങ്ങോട്ട് ഉണ്ട്, അതെല്ലാം പഠിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് പ്ലസ് ഒരു PYQ കൃത്യമായിട്ട് പഠിക്കും. ഒരു PYQ എന്തായാലും പഠിക്കണം. എല്ലാ ദിവസവും ഒരു PYQ നിങ്ങൾ ചെയ്ത് പഠിക്കുകയോ വായിച്ച് പഠിക്കുകയോ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ടോപ്പിക്ക് നിങ്ങൾ എഴുതി മാറ്റി വെച്ച് അത് പഠിക്കുക. കാരണം ഇതൊക്കെ തന്നെ PSCക്ക് ചോദിക്കാനുള്ളൂ. PSCക്ക് ഇത്ര കണ്ടന്റുകളാണ് ഉള്ളത്. ആ കണ്ടന്റുകൾ മനസ്സിലാക്കി പഠിച്ച് നമുക്ക് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഈ സംസാരിക്കുന്ന ഞാൻ. 37ാം ദിവസത്തിലേക്ക് വരുമ്പോൾ ന്യൂസ് പേപ്പേഴ്സ് ഡ്യൂറിങ് ഫ്രീഡം സ്ട്രഗിൾ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രീഡം സ്ട്രഗിളുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് എന്തൊക്കെയാണ് അന്നുണ്ടായിരുന്ന കലയിലുണ്ടായ മുന്നേറ്റം, അല്ലെങ്കിൽ അന്ന് എന്തൊക്കെ പത്രങ്ങളുണ്ടായിരുന്നു, പത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക. പിന്നെ യുണൈറ്റഡ് കേരള നിങ്ങൾ പഠിച്ചിട്ടേ പോവാവൂ കേട്ടോ. ഐക്യ കേരള പ്രസ്ഥാനം പഠിച്ചിട്ടേ പോവാവൂ. 38ലേക്ക് വരുമ്പോഴോ ബയോളജിയിലെ സ്കീമുകൾ പഠിക്കുക, കെമിസ്ട്രിയിൽ മെറ്റൽസ് പഠിക്കുക. ബയോളജിയിൽ സ്കീമുകൾ, കെമിസ്ട്രിയിൽ മെറ്റൽസ് പഠിക്കുക. 39ാം ദിവസം സംസ്ഥാന പിന്നെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, നമ്മുടെ സംസ്ഥാന പുനഃസംഘടന പഠിച്ചു വെച്ചിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കുക. പിന്നെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഓഫ് കേരള കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. നമ്മൾ ആദ്യത്തെ മന്ത്രിസഭ എല്ലാ കാര്യവും പഠിക്കുക. 40ാം ദിവസത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ബയോളജിയിൽ വൈറസ് ഡിസീസ് പഠിക്കുക,
കറണ്ട് അഫെയറിൽ ഒരു PYQ എന്തായാലും ആഡ് ചെയ്ത് പഠിക്കുക. 41ാമത്തെ ദിവസം വരുമ്പോൾ മഹാത്മാഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മസ്റ്റായിട്ട് പഠിക്കുക, ചോദിക്കുക തന്നെ ചെയ്യും. ഗവർണർ ജനറലും വൈസ്രോയിസും പഠിച്ചു പോകുക, ഓടിച്ച് വായിക്കുക കേട്ടോ. എല്ലാം കൂടെ വാരി വലിക്കാൻ നിൽക്കേണ്ട. PYQൻ്റെയൊക്കെ സഹായത്തോടുകൂടി പഠിക്കുന്ന വളരെ നല്ലതായിരിക്കും. കറണ്ട് അഫെയർ എന്നത്തെയും പോലെ തന്നെ കാർത്തിക മിസിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്കൊണ്ട് കയറുക. 42ാമത്തെ ദിവസമാണെങ്കിൽ ഒരു റിവിഷൻ കൊടുക്കുക. ബയോളജിയിൽ ബാക്ടീരിയ ഡിസീസസ് കൃത്യമായി പഠിച്ചിട്ട് പോവുക. ഡിസീസസ് നിങ്ങൾ ഇങ്ങനെ തരംതിരിച്ച് പഠിക്കുന്നത് റിവിഷൻ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതായിട്ട് സംശയമില്ല. സ്കീംസ്, ബയോളജിയുമായിട്ട് റിലേറ്റ് ചെയ്ത സ്കീംസ് നോക്കുക. കറണ്ട് അഫെയർ പ്ലസ് ഒരു PYQ ചെയ്തിട്ട് പോവുക. 43ാമത്തെ ദിവസം വരുമ്പോഴോ പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ ചോദിക്കുന്നുണ്ട്. സ്വദേശി പ്രസ്ഥാനം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിട്ട് പോവുക. 44ാം ദിവസമാണെങ്കിലോ ബയോളജിയിൽ വെൽഫെയർ ആക്ടിവിറ്റീസ്, കേരളത്തിലെ തന്നെ വെൽഫെയർ ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുക. സ്പോർട്സിൽ ഏഷ്യൻ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക. കറണ്ട് അഫെയറിനെ ഒരു PYQ കൂടെ ആഡ് ചെയ്യുക. നിങ്ങൾ കറണ്ട് അഫെയർ PYQ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഡെയിലി നിങ്ങൾ ചെയ്തു പോകുന്ന നിങ്ങളുടെ പഠനത്തിനെ അത്രയേറെ സ്വാധീനിക്കുന്ന ഒരു ഘടകമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അത് പഠിച്ചു തന്നെ പോവുക. അത്തരം ക്വസ്റ്റ്യൻസ് കൂടുതൽ കാണുന്നത് പ്രകാരം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു പഠനത്തിന് ബൂസ്റ്റപ്പ് ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാനാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ അടുത്ത് 45ാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ കേരള റിനൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് നവോത്ഥാന നായകർ ഒരുപാട് പേരുണ്ട്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചട്ടമ്പി സ്വാമി, ശ്രീനാരായണ ഗുരു, തൈക്കാട് അയ്യ, വൈകുണ്ഠ സ്വാമികൾ, പിന്നെ ബ്രഹ്മാനന്ദ ശിവയോഗി, സഹോദരൻ അയ്യപ്പൻ, അയ്യങ്കാൾ, ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് പഠിച്ചു പോവുക. പിന്നെ വനിതകളെ പറ്റി പഠിക്കുക. പിന്നെ ഫേമസ് റൈറ്റേഴ്സ്, പ്രശസ്തമായ എഴുത്തുകാരെ പറ്റി പഠിക്കുക. ഓക്കെ. പിന്നെ 46 തൂലികാ നാമങ്ങളും അപരനാമങ്ങളും. നിങ്ങൾ എല്ലാവരും വിചാരിക്കുക അത് മലയാളത്തിലെ ടോപ്പിക്കാണെന്ന്. പക്ഷേ മലയാളത്തിലല്ല, ശരിക്കും പറഞ്ഞാൽ അത് സാംസ്കാരികത്തെ, നമ്മുടെ കലാ സാംസ്കാരികത്തിലാണ് തൂലികാ നാമങ്ങളും അപരനാമങ്ങളും. ഇപ്പോൾ കേരള സ്കോട്ട്, CV രാമൻ, ഹെമിംഗ്വേ, പിന്നെ നമ്മുടെ MT വാസുദേവൻ നായർ, ഇതൊക്കെ പഠിച്ചിട്ട് പോവുക. പിന്നെ മാർക്ക് ട്വെയിൻ, വേങ്ങൽ കുഞ്ഞിരാമൻ, ഇതൊക്കെ പഠിച്ചിട്ട് പോവുക. പിന്നെ CA പ്ലസ് ഒരു കറണ്ട് അഫെയർ അവിടെയും നിങ്ങൾ കൊടുക്കുക. 47ാം ദിവസം കേരള റിനൈസൻസ് പാർട്ട് 2 ആയിട്ട് ആ ഒരു ടോപ്പിക് അവിടെ അങ്ങ് തീർക്കുക. PYQ ആഡ് ചെയ്തോണേ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രോഫീസ്, അല്ലെങ്കിൽ ട്രോഫീസ്, കളികളുടെ പേര്, ട്രോഫീസ് എല്ലാം പഠിക്കുക. 48 വരുമ്പോൾ നാഷണൽ ഗെയിംസ്, ഇമ്പോർട്ടൻറ്റ് ലിറ്റററി അവാർഡ്, സാഹിത്യ അവാർഡുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ CA പ്ലസ് ഒരു PYQ മസ്റ്റായി ചെയ്യുക. 49ാം ദിവസം മെഗാ റിവിഷൻ എന്ന് പറഞ്ഞിട്ട്, മെഗാ റിവിഷൻ എന്ന് പറഞ്ഞ് മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കൂടെ ചെയ്യാവുന്നതാണ്. 50ാം ദിവസം. ഓക്കെ, ഇതൊരു മെഗാ റിവിഷൻ ആയിട്ട് തന്നെ ഇരിക്കട്ടെ. മെഗാ റിവിഷൻ, ഓക്കെ, മറക്കണ്ട, ഇതൊരു മെഗാ റിവിഷൻ ആയിരിക്കുന്നതാണ്. പിന്നെ 50ാം ദിവസം നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും മലയാളം സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക. ഇമ്പോർട്ടൻറ്റ് സിനിമ അവാർഡ്സ് പഠിക്കുക. പിന്നെ കറണ്ട് അഫയേഴ്സ് പ്ലസ് ഒരു PYQ നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോവുക. ഓക്കെ, ഓക്കേടാ, ഇത്രയാണ് നമ്മുടെ 50 ദിവസത്തെ സ്റ്റഡി പ്ലാൻ. ഈ സ്റ്റഡി പ്ലാൻ കണ്ടിട്ട് നിങ്ങൾക്ക് എഫക്റ്റീവ് ആണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇത് നിങ്ങൾ ഡെയിലി ഫോക്കസ് ചെയ്ത് പോവുക. ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എന്തായാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് നിങ്ങളൊന്ന് എന്തായാലും ഇൻക്ലൂഡ് ചെയ്തേ പറ്റൂ. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം പ്രത്യേക ശ്രദ്ധ കൊടുത്ത് പഠിച്ചേ പറ്റൂ. എത്രമാത്രം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണുന്നുവോ, എത്രമാത്രം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുന്നുവോ, സ്വായത്തമാക്കുന്നുവോ, അത്രമാത്രം നിങ്ങളുടെ സ്കോപ്പ് ഇതിനകത്ത് വളരെയേറെ കൂടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾ വെക്കരുത്. നിങ്ങൾക്ക് നല്ലൊരു പഠനകാലം ഞാൻ നേരുകയാണ്. എല്ലാവർക്കും അവർ ആഗ്രഹിച്ച കാക്കി നിങ്ങൾക്ക് ഇടാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു all.